ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടോക്കാം. അന്നത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും ഇസ്റ്റു ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പൂരി പ്രസ്സിൽ അമർത്തിയിട്ട് അങ്ങനെ ചുടുകയാണ്. പിന്നെ ഇന്ന് മക്കൾക്ക് സ്കൂൾക്ക് കൊടുത്തു വിടുന്നതും പൂരിയും ഇഷ്ടം തന്നെയാണ് കേട്ടോ. അവർ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് സ്കൂൾക്ക് ലഞ്ചായിട്ടും കൊണ്ടുപോകല്, ചോറ് അങ്ങനെ കൊണ്ടുപോകലില്ല. പിന്നെ സ്പെഷ്യലായിട്ട് റൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതങ്ങനെ കൊണ്ടുപോകും. അല്ലെങ്കിൽ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ കൊണ്ടുപോവുക. പിന്നെ ഞാൻ പൂരിയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ. അങ്ങനെ മക്കളെ സ്കൂൾ പോക്കും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ ഞാൻ വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ്. ഇപ്പോൾ ബെഡ്റൂം ഒന്ന് നല്ലപോലെ ഒന്ന് വിരിച്ചിടട്ടെ. ഈ ഒരു ബെഡ്ഷീറ്റ് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അടിപൊളി ബെഡ്ഷീറ്റാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ വാഷ് ബേസിൻ്റെ ഏരിയ നല്ല ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ചെയ്യാണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഡൈനിങ് ഹാൾ മൊത്തത്തിൽ അങ്ങനെ ക്ലീൻ ആക്കിയിട്ടാണ്. പിന്നെ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കിച്ചണിൽ വന്ന് മീൻ കറിയൊക്കെ വെച്ചിരുന്നത് മത്തി കറിയാണ് കേട്ടോ. അപ്പോൾ കറിയൊക്കെ നല്ലോണം തിളച്ചപ്പോൾ മീൻ ഇട്ട് കൊടുത്തിക്കണേ. പിന്നെ ഇന്ന് ഉപ്പേരിയായിട്ട് കടച്ചക്ക വരട്ടിയതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു മീഡിയം സൈസിലുള്ള കടച്ചക്കൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനൊരു വലിയ ഉള്ളി സ്ലൈസ് ചെയ്തത് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതിൻ്റെ ഒരു പച്ചച്ചോയൊക്കെ മാറി വരുമ്പോൾ അതിലേക്ക് ഒരു ഹാഫ് തക്കാളിയാണ് കേട്ടോ ഇട്ടെടുത്തിരിക്കുന്നത്. തക്കാളി അധികം വേണ്ട. പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. മല്ലിപ്പൊടി എപ്പോഴും ഞാൻ പറയുന്ന പോലെ മുളക് പൊടിൻ്റെ ഇരട്ടിയാണ് കേട്ടോ മല്ലിപ്പൊടി എടുക്കേണ്ടത്. അപ്പോൾ പൊടികളൊക്കെ നല്ലോണം വഴറ്റിക്കണേ. ഇത് ഞാൻ പിന്നെ കുക്കറിൽ കടച്ചക്ക കുറച്ച് മല്ലിയും കുറച്ച് മുളകും കുറച്ച് മഞ്ഞളും കൂടി ഇട്ടിട്ട് വേവിച്ചതായിരുന്നു. അതും കൂടി ഇട്ടിട്ട് കുറച്ച് നല്ല തിളച്ച വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. കുറച്ചധികം കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ഇപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അടിപൊളി നല്ല ടേസ്റ്റുള്ള കടച്ചക്ക വരട്ടിയത് റെഡിയാക്കണം കേട്ടോ. ലാസ്റ്റ് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിക്കണേ. അപ്പോൾ ഈ ഒരു കടച്ചക്ക വരട്ടിയതുണ്ടെങ്കിൽ പിന്നെ കറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതന്നെ കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ മത്തി ഫ്രൈയും ചെയ്യുന്നുണ്ട്. പാത്രം കഴുകലും സിങ്ക് ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞാണ് കേട്ടോ. ഇനിയിപ്പോൾ ഗ്യാസ് ടോപ്പും കൗണ്ടർ ടോപ്പും ഒക്കെ ഒന്ന് ക്ലീൻ ആക്കാണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലുള്ള കമ്പിയും കാര്യങ്ങളൊക്കെ എന്നും നല്ല ഡീപ്പായിട്ട് തന്നെ കഴുകും കേട്ടോ. പിന്നെ ഗ്യാസ് സ്റ്റോപ്പ് ഇതുപോലെ ഡിഷ് വാഷ് ലിക്വിഡ് വെച്ചിട്ട് തുടക്കുകയും ചെയ്യും. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് ചെയ്യട്ടെ. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് തക്കാളി കഴുകിയിട്ട് അങ്ങനെ ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ അത് ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് ഗ്രോസറിയും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഗ്രോസറി അധികം ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ മേടിക്കൽ. ഫ്ലിപ്കാർട്ട് ഗ്രോസറി എന്നുള്ളതിൽ നിന്ന് നമുക്ക് 2 ദിവസം കൊണ്ട് തന്നെ സാധനം വീട്ടിലെത്തും.
ഇതിപ്പോൾ ഈത്തപ്പഴം, പിന്നെ നമ്മളെ ചെമ്പ പുട്ടുപൊടി ഉണ്ടല്ലോ അത്, നമുക്ക് എന്താണെങ്കിലും എല്ലാ തരം ഗ്രോസറിയും അതിലുണ്ട് കേട്ടോ, ഫ്ലിപ്കാർട്ടിൻ്റെ ഗ്രോസറിയിൽ. അപ്പോൾ ഇതാ സോഡ, അപ്പോൾ മോളും എൻ്റെ കൂടെ കൂടിക്കണം കേട്ടോ, ഓള് കാണിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. കുരുമുളക്, പിന്നെ റവ, അതുപോലെ ബദാം, അതൊക്കെയാണ് കേട്ടോ ഗ്രോസറിയിൽ വന്നിട്ട്. കഴിയുന്ന സാധനങ്ങൾ അങ്ങനെ ഓർഡർ ചെയ്യലാണ്. അപ്പോൾ ഇന്ന് ഓർഡർ ചെയ്താൽ മറ്റന്നാൾ അങ്ങനെ വീട്ടിലെത്തും. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ ഒരു വലിയൊരു ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഗ്രോസറി ഐറ്റംസ് വെക്കൽ. അപ്പോൾ ഇതാ ഞാൻ ചെയ്ത പോലെ തന്നെ മോളും അങ്ങനെ പറയുകയാണ് കേട്ടോ, ബിസ്ക്കറ്റാണ്, സോഡയാണ് എന്നൊക്കെ. അപ്പോൾ അവളവിടെ ഇന്ന് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.